PSC പ്രിലിമിനറി എക്സാം ഫെബ്രുവരിയിലാണ് എന്നുള്ള ഒരു അറിയിപ്പ് നമുക്ക് PSC നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പുതിയ സിലബസും PSC പുറത്ത് വിട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ മെയിനായിട്ട് നമുക്ക് സന്തോഷിക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഇംഗ്ലീഷും മലയാളവും സിലബസിലില്ല. ബാക്കി കുറച്ച് ടോപ്പിക്സ് മാത്രമേ നമുക്ക് കവർ ചെയ്യാനുള്ളൂ. അപ്പോൾ അതിൽ വരുന്ന ജനറൽ സയൻസിൻ്റെ കുറച്ച് ടോപ്പിക്സാണ് ഞാൻ എൻ്റെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്കതിൻ്റെ സിലബസ് എന്താണെന്ന് നോക്കാം. അതിനുശേഷം ഞാൻ ഓരോ ടോപ്പിക്സിൻ്റെ വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ജനറൽ സയൻസ് മെയിനായിട്ട് രണ്ടാക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്: നാച്ചുറൽ സയൻസ് ആൻഡ് ഫിസിക്കൽ സയൻസ്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് നാച്ചുറൽ സയൻസ്. അതിൽ വരുന്ന ഫസ്റ്റ് ടോപ്പിക്ക് നമ്മുടെ മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള അറിവ്, പൊതു അറിവ്. അതിൽ ഒത്തിരി പഠിക്കാനുണ്ട്. നമ്മുടെ മനുഷ്യ ശരീരത്തിനെ കുറിച്ച്, അത് ശരീരത്തിലെ വിവിധ പ്രോസസ്സുകളെ കുറിച്ചൊക്കെ ഒരുപാട് പഠിക്കാനുണ്ട്. ദെൻ ജീവകങ്ങളും അപര്യാപ്തത രോഗങ്ങളും, അത് PSCയുടെ ഫേവറേറ്റ് ടോപ്പിക്കാണ്. നെക്സ്റ്റ് വരുന്നത് രോഗങ്ങളും രോഗകാരികളും. അതായത് നമുക്ക് വരുന്ന വിവിധ രോഗങ്ങളും അത് പരത്തുന്ന രോഗകാരികളെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. പിന്നെ നമ്മുടെ കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ, എല്ലാ പ്രവർത്തനങ്ങളും നമുക്കിതിൽ പഠിക്കാനുണ്ട്. പിന്നെ വരുന്നത് നമ്മുടെ കേരളത്തിലെ പ്രധാന ഭക്ഷ്യ കാർഷിക വിളകൾ. അപ്പോൾ ഇതിൽ നമുക്ക് ഹൈബ്രിഡ് വെറൈറ്റീസിൻ്റെ പേരുകളും അതൊക്കെ പഠിക്കാനുണ്ട്. നെക്സ്റ്റ് വരുന്നത് വനങ്ങളും വനവിഭവങ്ങളും. അത് കഴിഞ്ഞ് പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും. അപ്പോൾ ഇത്രയാണ് നമുക്ക് നാച്ചുറൽ സയൻസിൽ പഠിക്കാനുള്ളത്. അടുത്തത് നമ്മുടെ ഫിസിക്കൽ സയൻസ്. ഫിസിക്കൽ സയൻസിലെ ഫസ്റ്റ് ടോപ്പിക്ക് ആറ്റവും ആറ്റത്തിൻ്റെ ഘടനയും. അതായത് ആറ്റം എന്താണ്, ആറ്റം അതിൻ്റെ സ്ട്രക്ചർ, അതൊക്കെയാണ് നമുക്കിതിൽ പഠിക്കാനുള്ളത്. പിന്നെ അയിരുകളും ധാതുക്കളും, പിന്നെ മൂലകങ്ങളും അവയുടെ വർഗീകരണവും. അപ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട മൂലകങ്ങളും അവയെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്ന മെത്തേഡും അതൊക്കെയാണ് നമുക്കിതിൽ പഠിക്കാനുള്ളത്. നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ഹൈഡ്രജനും ഓക്സിജനും, രണ്ട് മൂലകങ്ങളാണ്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ രസതന്ത്രം ദൈനംദിന ജീവിതത്തിൽ, നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ കെമിസ്ട്രി എങ്ങനെ യൂസ്ഫുൾ ആക്കുന്നു, അതൊക്കെയാണ് നമുക്കിതിൽ പഠിക്കാനുള്ളത്. അതേപോലെ ദ്രവ്യവും പിണ്ഡവും, ഇതും നമുക്കിതിൽ കവർ ചെയ്യാനുള്ള ടോപ്പിക്കാണ്. നെക്സ്റ്റ് വരുന്നത് പ്രവൃത്തിയും ഊർജവും. ഇത് ഫിസിക്സ് ആണ്. നമുക്ക് പ്രവൃത്തി, ഊർജം അതൊക്കെ എന്താണെന്ന് പഠിക്കാനുണ്ട്. പിന്നെ ഊർജവും അതിൻ്റെ പരിവർത്തനവും, എങ്ങനെ നമുക്ക് ഊർജത്തിനെ ഓരോ ഫോമിലേക്ക് എങ്ങനെ മാറ്റിയെടുക്കാം, അതൊക്കെയാണ് പഠിക്കാനുള്ളത്. പിന്നെ താപവും ഊഷ്മാവും. അപ്പോൾ ഇതൊക്കെ നമുക്ക് സെപ്പറേറ്റ് ചാപ്റ്റേഴ്സായിട്ട് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ പ്രകൃതിയിലെ ചലനങ്ങളും ബലങ്ങളും, അതേപോലെ ശബ്ദവും പ്രകാശവും. ലാസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് സൗരയുദ്ധവും സവിശേഷതകളും. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഫിസിക്കൽ സയൻസിൽ പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മുടെ നാച്ചുറൽ സയൻസും ഫിസിക്കൽ സയൻസും രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് മൊത്തത്തിൽ ജനറൽ സയൻസിൻ്റെ എല്ലാ ടോപ്പിക്സിൻ്റെ വീഡിയോസും ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ കാണുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.